കുരങ്ങ് ശല്യത്തിൽ ദുരിതം അനുഭവിക്കുകയാണ് കടങ്ങോട് മണ്ടംപറമ്പ് എളാട്ടുവളപ്പിൽ കൃഷ്ണൻകുട്ടി. കുരങ്ങുകൾ മേൽക്കൂര പൊളിച്ച വീടിന്റെ ചുമരുകൾ മഴയിൽ നനഞ്ഞു കുതിർന്ന് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. മണ്ടംപറമ്പ് ഉന്നതിയിലെ ഓടുമേഞ്ഞ വീട്ടിലാണ് 64-കാരനായ കൃഷ്ണൻകുട്ടി തനിച്ച് താമസിക്കുന്നത്. വനത്തിൽ നിന്നും കൂട്ടത്തോടെ ഇറങ്ങുന്ന കുരങ്ങുകളാണ് കൃഷ്ണൻകുട്ടിയുടെ ജീവിതം നരകതുല്യമാക്കുന്നത്. 4 വർഷം മുമ്പ് തുടങ്ങിയ കുരങ്ങു ശല്യത്തിന് ഇപ്പോഴും അറുതിയില്ല. കൃഷ്ണൻകുട്ടി പുറത്തിറങ്ങിയാൽ വീടും പറമ്പും കുരങ്ങുകളുടെ വിഹാര കേന്ദ്രമായി മാറും. വീടിന്റെ ഓടുകൾ ഇളക്കി താഴെയിടും. അകത്തു കയറി വസ്ത്രങ്ങളും സാധന സാമഗ്രികളും ഭക്ഷ്യവസ്തുക്കളും നശിപ്പിക്കും. വീടിന്റെ മുകളിൽ കയറി കളിക്കലും വീട് പൊന്തിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഭക്ഷണ സാധനങ്ങൾ അവർ തിന്നുപോക്കും. അരി സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് തിന്നിട്ടും അകത്ത് നിറയെ തോറി പെരക്കിയിട്ടും എല്ലാം നശിപ്പിച്ച് പോകുകയാണ് സാധാരണ പതിവ്. ഞങ്ങൾ പണി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലൊരു സാധനം ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ഇത് കൃഷ്ണൻകുട്ടിയുടെ മാത്രം അവസ്ഥയല്ല. ഉന്നതിയിലെ പല വീടുകളിലും കുരങ്ങുകളുടെ ആക്രമണം പതിവാണ്. സർക്കാർ ആനുകൂല്യത്തിലും വായ്പയെടുത്തും വീട് വാർപ്പാക്കിയാണ് ഭൂരിഭാഗം കുടുംബങ്ങളും കുരങ്ങുശല്യത്തിൽ നിന്നും രക്ഷ നേടിയത്. ഇതിന് കഴിയാത്ത ചില കുടുംബങ്ങൾ താമസം മാറി. കൃഷ്ണൻകുട്ടിക്ക് ബന്ധുക്കളില്ലാത്തതിനാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. വീട്ടിൽ താമസം തുടങ്ങിയിട്ട് 10 വർഷത്തോളം മേലെ കഴിഞ്ഞു. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടിയിട്ടും ഈ വിയോപ്പ് തരാത്ത കാരണമാണ് ചില കുരങ്ങന്മാർ ശല്യം കൊണ്ടും എനിക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. മേൽക്കൂര തകർന്ന വീട് താമസയോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കുവാൻ അർഹതയുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ നൂലാമാലയിൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടു കിടക്കുകയാണ്. എന്നാൽ വീട് ഉപേക്ഷിക്കാൻ കഴിയാത്ത കൃഷ്ണൻകുട്ടി ജീവൻ പണയം വെച്ചാണ് നിലം പൊത്താറായ വീട്ടിൽ അന്തി ഉറങ്ങുന്നത്.